ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഒരു വല്ലാത്ത സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നിരിക്കുകയാണ് അർച്ചന. ആ സ്വപ്നം കണ്ടതോടെ അർച്ചന വല്ലാത്ത ടെൻഷനിലുമാണ്. സച്ചി അർച്ചനയെ സമാധാനിപ്പിക്കുന്നുണ്ട്. കുഞ്ഞിനെ കുറിച്ചാണ് അർച്ചന സ്വപ്നം കണ്ടിരിക്കുന്നത്. താൻ പേടിക്കണ്ട, നമുക്ക് രാവിലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് കുഞ്ഞിനെ കാണാമെന്നൊക്കെ സച്ചി പറയുന്നു. എന്നാൽ ഇപ്പോൾ ഒന്ന് വിളിച്ച് നോക്കണമെന്നൊക്കെ അർച്ചന പറഞ്ഞിട്ടും സച്ചി ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് തന്നെ അതനുസരിച്ച് അർച്ചന അവിടെ കിടന്നുറങ്ങുന്നു. ഇതേ സമയം ഹോസ്പിറ്റലിൽ കുഞ്ഞിനെ കൊണ്ടുവരാത്തതിൻ്റെ പേരിലാണെങ്കിൽ ആതിരയ്ക്ക് വല്ലാത്ത ടെൻഷനും വിഷമവും ഒക്കെയായിരുന്നു. കുഞ്ഞിനെ ഇപ്പോൾ അവിടേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. മോളെ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ ഓടിച്ചെന്ന് ആതിര എടുത്തു. കുഞ്ഞാണെങ്കിൽ വല്ലാത്ത കരച്ചിലുമായിരുന്നു. ആതിരയുടെ കുഞ്ഞിനെ സിസ്റ്റർ ശിവരാമൻ്റെ ഭാര്യയുടെ കയ്യിൽ കൊടുത്തു. ശിവരാമൻ്റെ കുഞ്ഞിനെ ആതിരയുടെ കയ്യിലും കൊടുത്തിരിക്കുന്നുണ്ട്. അങ്ങനെ ആ കാര്യം നന്നായിട്ട് നടന്നിട്ടുണ്ട്. ഉടൻ തന്നെ അവന്തികയെ വിളിച്ച് കാര്യം അറിയിക്കുകയാണ് നിത്യ. പറയേ, നിനക്ക് പിന്നെയും വല്ല അബദ്ധവും പറ്റിയോ എന്ന് അവന്തിക ചോദിക്കുന്നുണ്ട്. ഇല്ല, എന്തായാലും ഇത്തവണ മേഡം എന്നെ ഏൽപ്പിച്ച ജോലി നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. മേഡത്തിൻ്റെ അനുജത്തി പ്രസവിച്ച കുഞ്ഞിനെ ആ ശിവരാമൻ്റെ ഭാര്യയുടെ അടുത്തും ശിവരാമൻ്റെ ഭാര്യ പ്രസവിച്ച കുഞ്ഞിനെ മേഡത്തിൻ്റെ അനുജത്തിയുടെ അടുത്തും മാറ്റിക്കിടത്തിയിട്ടുണ്ട്. അതും ആർക്കും സംശയമില്ലാത്ത രീതിയിൽ തന്നെ എന്ന് നിത്യ പറയുമ്പോൾ അവന്തിക പറയുന്നു, രാവിലെ തന്നെ ഒരു സന്തോഷ വാർത്ത പറഞ്ഞ നിന്നെ ഞാനൊന്ന് അഭിനന്ദിക്കണ്ടേ? ഞാൻ പറഞ്ഞതിൻ്റെ ഇരട്ടിയാണ് നീ ഇപ്പോൾ ചെയ്തതിനുള്ള പാരിതോഷികമായി ഞാൻ തരാൻ പോകുന്നത്. ഞാൻ നിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് അവന്തിക ഫോൺ വെച്ചു. അവന്തിക വല്ലാത്ത സന്തോഷത്തിലാണ്. നെല്ലിശ്ശേരിയിലെ സർവ്വസമ്പത്തിനും അവകാശിയായവൾ ശിവരാമൻ്റെ വീട്ടിലും അയാളുടെ ഗതിയില്ലാത്ത പെങ്കൊച്ച് നെല്ലിശ്ശേരിയിലെ സിംഹാസനത്തിലും. അപ്പോൾ ഇനിയാണ് ശരിക്കുമുള്ള ട്വിസ്റ്റ് നടക്കാൻ പോകുന്നത് എന്നൊക്കെ അവൻ്റെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നു. എന്നാൽ ഇതേ സമയം ഹോസ്പിറ്റലിൽ കുഞ്ഞാണെങ്കിൽ ആതിരയെടുത്ത് കിടന്ന് വല്ലാത്ത കരച്ചിൽ. കരയല്ലേ മോളെ, കരയല്ലേ മോളെ എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആതിര. എന്നാൽ വീണ്ടും വീണ്ടും ഭയങ്കരമായ കരച്ചിൽ കരയുകയാണ് കുഞ്ഞ്. ഇതേ സമയം ശിവരാമൻ്റെ കുഞ്ഞും നിർത്താതെ കരയുന്നു. അവരെത്ര എടുത്ത് നടന്നിട്ട് കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ല. എന്നാൽ ഇതൊന്നും കണ്ടിട്ട് മൈൻഡ് പോലും ചെയ്യാതെ ശിവരാമൻ അവിടെ ഇരുന്ന് ന്യൂസ് പേപ്പർ വായിക്കുന്നു. ശിവേട്ട, ആ നഴ്സിനെ ഒന്ന് വിളിക്കുമോ, കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ല എന്ന് ശിവരാമൻ്റെ ഭാര്യ പറയുമ്പോൾ ശിവരാമൻ പറയുന്നുണ്ട്, നീ അതിന് പാല് കൊടുക്കുക, അപ്പോൾ കരച്ചിൽ നിർത്തിക്കോളും. പാല് കുടിക്കുന്നില്ലെന്നേ. കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവന്നതിന് ശേഷം ഇപ്പോഴും കരച്ചിൽ തന്നെയാണ്. ആ സിസ്റ്ററിനെ ഒന്ന് വിളിക്കേ, എനിക്കിങ്ങനെ കരച്ചിൽ കേട്ടിരിക്കാൻ വയ്യ, അല്ലെങ്കിൽ ഞാൻ പോകാം എന്നൊക്കെ ആ ഭാര്യ പറയുന്നു. വിളിക്കാം, നീ ഒന്ന് അടങ്ങിയിരിക്കേ എന്ന് പറഞ്ഞ് ശിവരാമൻ സിസ്റ്ററിനെ വിളിക്കാനായി പോകുന്നു. ഈ സമയത്താണ് അർച്ചന അതുവഴി വരുന്നത്. സിസ്റ്റർ അവിടേക്ക് വന്നു. മോള് കരച്ചിൽ നിർത്തുന്നില്ല സാർ, നേഴ്സ് കുറേ നേരമായി കരച്ചിൽ തുടങ്ങിയിട്ട്. എങ്ങത്താ കുഞ്ഞിനെ എന്ന് പറഞ്ഞ് സിസ്റ്റർ കുഞ്ഞിനെ എടുത്തു. ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ശിവരാമനും പിറകെ പോകുന്നു. അങ്ങനെ കുഞ്ഞിനെ എടുത്ത് കുഞ്ഞിൻ്റെ കരച്ചിൽ നിർത്തിപ്പിക്കാൻ ഇങ്ങനെ നോക്കുകയാണ് സിസ്റ്റർ. എന്താ സിസ്റ്ററെ കുഞ്ഞ് കരച്ചിൽ നിർത്താത്തത് എന്ന് ശിവരാമൻ ചോദിക്കുന്നു. ഇണങ്ങി വരുന്നതല്ലേ ഉള്ളൂ, ചില കുഞ്ഞുങ്ങൾ ഇങ്ങനെയാണ്, 2-3 ദിവസം കഴിഞ്ഞ് ശരിയാകും എന്നൊക്കെ സിസ്റ്റർ പറയുന്നുണ്ട്. അവിടേക്ക് അർച്ചന വരുന്നു. കുഞ്ഞിങ്ങനെ കരയുന്നത് കാണുന്നുണ്ട്. ആള് വലിയ കരച്ചിലാണല്ലോ എന്ന് അർച്ചന പറയുന്നു. കുറേ നേരമായി തുടങ്ങിയിട്ട് എന്ത് ചെയ്തിട്ടും കരച്ചിൽ മാറുന്നില്ല എന്നൊക്കെ സിസ്റ്റർ പറയുന്നു. ചേട്ടൻ്റെ കുഞ്ഞാണോ എന്ന് അർച്ചന ചോദിക്കുന്നു. ഞാനൊന്ന് എടുത്ത് നോക്കട്ടെ, എനിക്ക് കുഞ്ഞുങ്ങൾ കരയുന്നത് കാണുമ്പോൾ നല്ല വിഷമമാണ്, അതാ എന്നൊക്കെ അർച്ചന അവരോട് പറയുമ്പോൾ ശരി എടുത്തോളൂ എന്ന് ശിവരാമൻ പറയുന്നു. അങ്ങനെ ശിവരാമൻ്റെ കുഞ്ഞിനെ അർച്ചന ഇങ്ങനെ എടുക്കുന്നുണ്ട്. ശിവരാമൻ്റെ കുഞ്ഞല്ല, യഥാർത്ഥത്തിൽ അത് ആതിരയുടെ കുഞ്ഞാണ് അർച്ചനയുടെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത്. അർച്ചന എടുത്തപ്പോഴത്തേക്കും കുഞ്ഞിൻ്റെ കരച്ചിലും നിന്നു കഴിഞ്ഞു. ഇപ്പോൾ കുഞ്ഞിൻ്റെ കരച്ചിൽ നിർത്തിയിരിക്കുന്നു. തിരിച്ച് കുഞ്ഞിനെ അർച്ചന സിസ്റ്ററിൻ്റെ കയ്യിൽ കൊടുക്കുന്നു. അർച്ചനയുടെ ആ മാലയുടെ പിടി വിടുന്നില്ല കുഞ്ഞ്. എങ്ങനെയെങ്കിലും മാറ്റിയിട്ട് അർച്ചന അവിടെ നിന്ന് പോവുകയാണ്. എന്നാൽ ഇതേ സമയം ആതിരയും കുഞ്ഞിൻ്റെ കരച്ചിൽ മാറ്റാൻ പാടുപെടുന്നുണ്ട്. അർച്ചന അവിടേക്ക് കയറി വന്നു. ആതിര, എന്ത് പറ്റി, മോളെന്താ ഇങ്ങനെ കരയുന്നത് എന്നൊക്കെ അർച്ചന ചോദിക്കുന്നു. അറിയില്ല ചേച്ചി, കുറേ നേരമായി കരച്ചിൽ നിർത്തുന്നില്ല, ഞാൻ ആവുന്നത് നോക്കി എന്നൊക്കെ ആതിര പറയുന്നു. ഇങ്ങതാ എന്ന് പറഞ്ഞ് അർച്ചന കുഞ്ഞിനെ വാങ്ങി. അച്ഛനും അമ്മയും സന്ദീപൊക്കെ എവിടെയെന്ന് അർച്ചന ചോദിക്കുമ്പോൾ അച്ഛനും അമ്മയും വീട് വരെ ഒന്ന് പോയിരിക്കുകയാണ്. സന്ദീപ് പുറത്തേക്ക് ഇറങ്ങി. കുഞ്ഞിപ്പോൾ അർച്ചനയുടെ കയ്യിലിരുന്ന് ഇങ്ങനെ ഉറങ്ങുകയാണ്. ഇതിനകത്ത് തന്നെ ഇരിക്കുന്നുണ്ടായിരിക്കും ഇങ്ങനെ കരയുന്നത്. പുറത്തൊക്കെ ഒന്ന് ഇറങ്ങിയാൽ മതി, അപ്പോൾ ഇവള് കരയത്തൊന്നുമില്ല എന്ന് അർച്ചന പറയുന്നു. ശേഷം കാണിക്കുന്നത് നെല്ലിശ്ശേരിയിൽ എത്തിയിരിക്കുകയാണ് ശിവരാമൻ. ഇനി മുതൽ എൻ്റെ മോള് ജീവിക്കാൻ പോകുന്ന വീട് എന്ന് ശിവരാമൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ആ സമയത്ത് സേതു പുറത്തേക്ക് ഇറങ്ങി വന്നു. താനെന്താ ഇവിടെ എന്ന് ദേഷ്യത്തോടെ തന്നെ സേതു ശിവരാമനോട് ചോദിക്കുമ്പോൾ ശിവരാമൻ പറയുന്നുണ്ട്, സാറിനെ കണ്ട് ഒരു കാര്യം
പറയാനുള്ളത് അന്ന് താൻ പറഞ്ഞതല്ലേ, അത് ഞാൻ കേൾക്കുകയും ചെയ്തു. അതിൽ കൂടുതൽ പറയാനും കേൾക്കാനും എനിക്കില്ല. താൻ പോകാൻ നോക്ക് എന്ന് പറഞ്ഞ് സേതു അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ശിവരാമൻ പറയുന്നു, സാർ ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കണം സാർ. അന്ന് എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. എൻ്റെ നിവർത്തികേട് കൊണ്ട് ഞാൻ ചെയ്തു പോയതാണ്. ഇതല്ലേ അന്നും ചെയ്തത് എന്ന് അന്നും പറഞ്ഞത് എന്ന് സേതു പറയുമ്പോൾ മറ്റൊന്നും എനിക്ക് പറയാനില്ല സാർ. ഇവിടുത്തെ കമ്പനിയിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം നല്ലൊരു ജോലിക്ക് വേണ്ടി ഞാൻ ഒരുപാട് അലഞ്ഞു. അഭിമാനം മറന്ന് പലരുടെയും കയ്യിൽ ഞാൻ കൈ നീട്ടി. ഇപ്പോൾ മൂക്കുമുട്ടെ കടത്തിലാണ് സാറേ എൻ്റെ ജീവിതം. എന്തെങ്കിലും ചെയ്ത് മരിച്ചു കളയാമെന്ന് ഞാനും ഭാര്യയും തീരുമാനിച്ചിരിക്കുന്ന സമയത്താണ് അവളെ ഗർഭിണിയാകുന്നത്. വർഷങ്ങളായുള്ള പ്രാർത്ഥനയുടെയും പൂജയുടെയും ഫലമായി ഈശ്വരൻ തന്ന സമ്മാനമാണ് അത്. അതുകൊണ്ട് നശിപ്പിച്ച് കളയാൻ തോന്നിയില്ല. ഇപ്പോൾ ഞാനൊരു പെൺകുട്ടിയുടെ അച്ഛനാണ് സാർ. ഇവിടുത്തെ സന്ദീപ് സാറിൻ്റെ ഭാര്യ പ്രസവിച്ച ദിവസം തന്നെയാണ് എൻ്റെ ഭാര്യയും പ്രസവിച്ചത്. ഞാനിങ്ങനെ നിവൃത്തിയില്ലാത്തവനായി പോയി എന്ന് കരുതി എൻ്റെ മോള് ദാരിദ്ര്യം അനുഭവിക്കരുത് എന്ന കാരണത്താൽ അതുകൊണ്ട് തന്നെയാണ് എന്നെ വീണ്ടും സാറിൻ്റെ മുന്നിൽ എത്തിച്ചത്. ഒരു സ്ഥിര വരുമാനം മതി, അത് എത്ര ചെറുതായാലും ആ കിട്ടുന്ന ശമ്പളം കൊണ്ട് ഞാൻ എൻ്റെ കുടുംബം പുലർത്തിക്കോളാം. കമ്പനിയിൽ എന്തെങ്കിലും ഒരു ജോലി തരണം. ചെയ്തു പോയ തെറ്റിൻ്റെ പ്രായച്ചിത്തോടുകൂടിയാണ് ഞാൻ സാറിൻ്റെ മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നത്. പറ്റില്ല എന്ന് പറയരുത് സാർ. എൻ്റെ കുഞ്ഞിനെ ഓർത്തെങ്കിലും എന്നോട് കരുണ കാണിക്കണം. എനിക്ക് ശിവരാമൻ പറയുമ്പോൾ അകത്തുനിന്ന് വിളിച്ചു പറയുകയാണ് അവന്തിക, പറ്റില്ലെങ്കിലോ എന്ന്. ചതിയന്മാരോട് കരുണ കാണിക്കുന്നത് മണ്ടത്തരമാണ്. താൻ എന്ത് കരുതി കമ്പനിയിൽ നിന്ന് കുറച്ച് പൈസ എടുത്തു പോയാൽ ജീവിതാവസാനം വരെ ജീവിക്കാമെന്നോ? താൻ മര്യാദയ്ക്കായിരുന്നുവെങ്കിൽ നെല്ലിശ്ശേരി ഗ്രൂപ്പ്സിലെ തൻ്റെ പോസ്റ്റ് ഇപ്പോൾ എന്തായിരിക്കുമെന്ന് തനിക്കറിയാമോ? തൻ്റെ സാലറി എത്രയായിരിക്കുമെന്നറിയോ? താൻ കൃത്രിമത്വം കാണിച്ചിരിക്കുന്ന തുകയുടെ അത്രയും തന്നെ വരും. താൻ ഞങ്ങളെ ചതിച്ചു. അതുകൊണ്ട് കണ്ണീരൊലിപ്പിച്ചും മൂക്ക് പിഴിഞ്ഞും താൻ ഇനി ഇവിടെ അധികം നിൽക്കണമെന്നില്ല. പോകാൻ നോക്ക് എന്ന് അവന്തിക. മേഡം, ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും കാല് പിടിക്കാമെന്നെ സഹായിക്കണം എന്നൊക്കെ ശിവരാമൻ. നിർത്തടോ, വിശ്വാസവഞ്ചന കാണിച്ചിട്ട് വീട്ടുനടയിൽ വന്ന് മാപ്പിരക്കുന്നോ? ഇരിക്കട്ടെ സേതു പറയുന്നു, മോളെ ഇയാളെ തെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പശ്ചാത്താപമുണ്ട്. അയാളുടെ കുഞ്ഞിനെ വളർത്താൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് വീണ്ടും വന്നത്. കുഞ്ഞിനെ കരുതി ഒരു തവണ ഒന്ന് ക്ഷമിച്ചൂടെ? നടക്കില്ല അച്ഛാ എന്ന്. ഇനി ഇയാൾ ചതിക്കില്ല എന്ന് എന്താ ഉറപ്പ് എന്നും അവന്തിക ചോദിക്കുന്നുണ്ട്. ആ സമയത്താണ് അർച്ചന അവിടേക്ക് വരുന്നത്. കാറിൽ അർച്ചന അവിടേക്ക് വന്നിറങ്ങുന്നു. ചേട്ടനെയല്ലേ ഞാൻ നേരത്തെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടത് എന്നെ അർച്ചന ചോദിക്കുമ്പോൾ അതേ എന്ന് ശിവരാമൻ പറയുന്നു. കുട്ടി എവിടെയെന്ന് ചോദിക്കുന്നു. സച്ചിയുടെ ഭാര്യയാണിത്. എന്നിട്ട് അർച്ചനയും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇത് ശിവരാമനാണ്, നമ്മുടെ കമ്പനിയിലെ പഴയ മാർക്കറ്റിംഗ് ഹെഡായിരുന്നു. പണത്തിന് തിരിമറി നടത്തിയതിന് ഞാൻ പറഞ്ഞു വിട്ടതാണ്. ഇപ്പോൾ നിവൃത്തിയില്ല എന്നും കുഞ്ഞിനെ വളർത്തണമെന്നും ഒരു ജോലി വേണം എന്നൊക്കെയാണ് പറയുന്നത്. എൻ്റെ അഭിപ്രായം ഒരു ചാൻസും കൂടി കൊടുക്കാമെന്നാണ്. കാരണം നമ്മുടെ ഇവിടുത്തെ മോള് ജനിച്ച ദിവസം തന്നെയാണ് ശിവൻ്റെ മോള് ജനിച്ചത്. നമ്മൾ ഇയാളെ പറഞ്ഞു വിട്ടാൽ ആ കുഞ്ഞ് വളരെ ദാരിദ്ര്യത്തിലാകും. ആ കുഞ്ഞിനെ ഓർത്ത് നമുക്ക് ഇയാളോട് ക്ഷമിക്കാമെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ അവന്തിക സമ്മതിക്കുന്നില്ല. മോളുടെ അഭിപ്രായം എന്താണ്, അതനുസരിച്ച് നമുക്ക് തീരുമാനിക്കാമെന്ന് സേതു പറയുന്നു. ഈ കാര്യത്തിൽ ഞാൻ അഭിപ്രായം പറയാ എന്ന് വെച്ചാൽ ശരിയുള്ള കാര്യമല്ല. കാരണം ഞാൻ ഇവിടേക്ക് വരുന്നതിന് മുമ്പേ ഉള്ള സംഭവങ്ങളാണിത്. എന്നിരുന്നാലും അച്ഛൻ ചോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറയാം. മുമ്പ് ചെയ്ത ഒരു തെറ്റ് ഇവിടെ വന്ന് ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിക്കുന്ന ഒരാളെ കൈവിടരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ സന്ദീപിനെ പോലെ തന്നെ ഇന്ന് അച്ഛനായ ഒരു മനുഷ്യനല്ലേ ഇദ്ദേഹത്തോടല്ലെങ്കിലും ആ കുഞ്ഞിനോട് ഒരു കരുണ കാണിക്കേണ്ടേ അച്ഛാ? നമുക്ക് ഒരവസരം കൂടി കൊടുക്കാം. അവന്തിക പറയുന്നു, ഇയാളെ ഓഫീസിൽ കയറ്റാൻ ഞാൻ സമ്മതിക്കില്ല. അവിടെ നിന്ന് ഇനിയും പൈസ എടുത്ത് തിരിമറി നടത്തും ഇയാൾ. ഒരിക്കൽ വിശ്വാസം വഞ്ചന കാണിച്ച ഇയാളെ എന്ത് വിശ്വസിച്ചാണ് വീണ്ടും ഓഫീസിൽ ജോലി കൊടുക്കുന്നത്? അർച്ചന പറയുന്നു, ഓഫീസിലെ പൈസ എടുത്ത് തിരിമറി നടത്തിയത് ഇയാൾ മാത്രമല്ലല്ലോ. ഏട്ടത്തി പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഇദ്ദേഹം ചെയ്ത അതേ കുറ്റം ചെയ്ത ആളാണ് ഏട്ടത്തി. എന്നിട്ട് ഏട്ടത്തിയോട് എല്ലാവരും ക്ഷമിച്ചില്ലേ? അതൊക്കെ പറഞ്ഞു തുടങ്ങിയാൽ കുറെ പറയേണ്ടി വരും. അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയാതിരിക്കുന്നതാ നല്ലത്. അച്ഛാ, ഓഫീസിലേക്ക് ഇനി ഇദ്ദേഹത്തെ ജോലിക്ക് അയക്കേണ്ട. അത് മറ്റൊന്നും കൊണ്ടല്ല, അവിടുത്തെ മാർക്കറ്റിംഗ് മാനേജറായിരുന്ന ഇയാളെ പുറത്തേക്ക് അയച്ചത് കൊണ്ട് മറ്റാരും ഇനി ഇവരെ ഒരു വക വെക്കില്ല. പരിഹാസത്തോടെയായിരിക്കും ഇദ്ദേഹത്തെ അവിടെ എല്ലാവരും കാണുന്നത്. മറ്റെന്തെങ്കിലും ഒരു ജോലി കൊടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മളായിട്ട് ആരുടെയും മന്ന മുട്ടിക്കേണ്ട അച്ഛാ. തെറ്റേറ്റ് പറഞ്ഞ് സഹായിക്കണമെന്ന് പറയുന്നവരെ വിഷമിപ്പിച്ച് തിരിച്ചുവിടുന്നത് പാപമല്ലേ? ഇരിക്കട്ടെ സേതു പറയുന്നു, മോള് പറഞ്ഞതാണ് അതിൻ്റെ ശരി. ഓഫീസിൽ ജോലിക്ക് പോണ്ട, ഇവിടെ നിന്നാ മതി. ഇവിടെ ഒരു കാര്യസ്ഥനായും ഡ്രൈവറായും ഒക്കെ നിൽക്ക്. തനിക്കും തൻ്റെ കുടുംബത്തിനും സുഖമായി ജീവിക്കാനുള്ള ശമ്പളം ഇവിടെ നിന്ന് തരാം. എന്താ അതിന് സൗകര്യം വല്ലതുമുണ്ടോ ശിവരാമ? ഇത് കേട്ട് ശിവരാമൻ പറയുന്നു, അയ്യോ ഒരു കുഴപ്പമില്ല സാർ. സാറ് പറയുന്ന എന്ത് ജോലിയും ഞാൻ ചെയ്തോളാം. നന്ദിയുണ്ട് സാറേ എന്നോടുള്ള ഈ മനസ്സലിവിന്. ഇനി ഒരു പ്രശ്നവും തൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത്. അങ്ങനെ ഉണ്ടായാൽ
പിരിച്ചുവിടൽ മാത്രമല്ല ചെയ്യാൻ പോകുന്നത്, ബാക്കി ഞാൻ പറയണ്ടല്ലോ എന്നൊക്കെ സേതു പറയുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ഞാൻ നിന്നോളാം സാറേ, ഈശ്വരനാണ് സത്യം എന്നൊക്കെ അയാൾ പറയുന്നു. എങ്കിൽ ഇപ്പം പോയിട്ട് പിന്നെ നാളെ വാ, അപ്പോൾ സംസാരിക്കാമെന്ന് സേതു. വലിയ ഉപകാരമെന്ന് ശിവരാമനും പറയുന്നു. അർച്ചനയും അകത്തേക്ക് പോയി, സേതുവും പോയി. ഒരു പുഞ്ചിരിയോടെ അവനിക ശിവരാമനെ നോക്കുന്നു. ശിവരാമന്റെ സമയം നല്ലതാണ്, ഇത് ഇത്രയും പെട്ടെന്ന് ശരിയാവുമെന്ന് ഞാനും കരുതിയില്ല. എന്തായാലും താൻ ചെല്ല്, ബാക്കിയൊക്കെ നമുക്ക് വഴിയെ പ്ലാൻ ചെയ്യാമെന്ന് അവനിക. ശരി മേഡം എന്ന് പറഞ്ഞ് ശിവരാമൻ അവിടെ നിന്ന് പോകുന്നു. ഇതേസമയം മാധുരിയുടെ കുഞ്ഞിനെ ഡോക്ടർ പരിശോധിക്കുന്നു. കുഞ്ഞിന് ഇടവിട്ട് ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, ചില കുഞ്ഞുങ്ങളിൽ ഇത് സർവ്വസാധാരണമാണ്. ഡിസ്ചാർജ് ചെയ്ത് 3-4 ആഴ്ചത്തേക്ക് 2 മാസം ഇവിടെ ഇൻക്യുബേറ്ററിൽ വെക്കണം, അപ്പോഴേ ഇത് മാറൂ എന്ന് പറയുന്നു. വീട്ടിൽ നിന്ന് പോയി വരാൻ സൗകര്യമുണ്ടോ എന്ന് ഡോക്ടർ. എങ്കിൽ നാളെ തന്നെ ഡിസ്ചാർജ് ചെയ്യാമെന്നും പറയുന്നു, അല്ലെങ്കിൽ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്നും പറയുന്നു. ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതിയെന്ന് പറയുന്നു. എന്നിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോയി. അച്ഛാ, തടസ്സമൊന്നും പറയില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, ഡിസ്ചാർജ് ചെയ്ത് നമുക്ക് ഇവിടെ നെല്ലിശ്ശേരിയിലേക്ക് കൊണ്ടുപോയാലോ എന്ന് സന്ദീപ് പറയുന്നുണ്ട്. അതാകുമ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടേക്ക് കൊണ്ടുവരാമല്ലോ, ഇവിടെ അടുത്തല്ലേ. ഇത് കേട്ടിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് എല്ലാവരും. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.